ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഗോക്കു യൂസ് ചെയ്തിട്ടുള്ള അൾട്രാ ഇൻസ്റ്റീനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അൾട്രാ ഈഗോയെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഈ ഒരു വീഡിയോ നമുക്ക് അൾട്രാ ഇൻസ്റ്റീനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. ഗോക്കു യൂസ് ചെയ്തിട്ടുള്ള പവർഫുള്ളായ ഈ ഒരു ടെക്നിക്ക് എന്താണെന്നും ഈ ഒരു ടെക്നിക്കിന് എത്രത്തോളം വേർഷൻസ് ഉണ്ടെന്നും തുടങ്ങി ഈ ഒരു അൾട്രാ ഇൻസ്റ്റിക്റ്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. അപ്പോൾ പിന്നെ ഒട്ടും തന്നെ സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു അൾട്രാ ഇൻസ്റ്റിക്റ്റ് എന്താണെന്ന് നോക്കാം. ഈ ഒരു അൾട്രാ ഇൻസ്റ്റിക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രാഗൺ ബോൾ സീരീസിലെ ഏഞ്ചൽസ് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഈ ഒരു അൾട്രാ ഇൻസ്റ്റിക്റ്റ്. എന്നാൽ നമ്മുടെ ഗോക്കു ഈ ഒരു അൾട്രാ ഇൻസ്റ്റിക്റ്റ് യൂസ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ട്രാൻസ്ഫോർമേഷൻ ലെവലിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ടൈപ്പിലാണ് നമുക്ക് കാണിച്ചു തന്നത്. എന്നാൽ ഏഞ്ചൽസിന് അതിന്റെ ഒന്നും ആവശ്യമില്ല. അവർ നോർമലായി നിൽക്കുന്ന സമയത്ത് തന്നെ അൾട്രാ ഇൻസ്റ്റിക്റ്റിലാണ്. ഇനി നമുക്ക് ഈ ഒരു അൾട്രാ ഇൻസ്റ്റിക്റ്റിന് എത്ര ടൈപ്പ് ഉണ്ടെന്ന് നോക്കാം. നമുക്കിപ്പോൾ സീരീസും മാങ്കിയും ഒക്കെ വെച്ച് നോക്കിയാൽ ടോട്ടൽ 4 ടൈപ്പാണ് അൾട്രാ ഇൻസ്റ്റിക്റ്റ് ഉള്ളത്. അതിൽ ഏറ്റവും ആദ്യമായിട്ട് കാണിച്ചു തന്ന അൾട്രാ ഇൻസ്റ്റിക്റ്റിന്റെ ടൈപ്പാണ് ഓട്ടോണമസ് അൾട്രാ ഇൻസ്റ്റിക്റ്റ്. ഇത് അൾട്രാ ഇൻസ്റ്റിക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്, പക്ഷേ ഇതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള അൾട്രാ ഇൻസ്റ്റിക്റ്റും അല്ല. ഈ ഒരു ഫോമിലേക്ക് നമ്മൾ മാറണമെങ്കിൽ ആ ഒരു മാർഷൽ ആർട്സ് മുഴുവനായും പഠിച്ചിരിക്കണം. നമ്മുടെ ഗോകുവിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മാസ്റ്റർ റോഷിയുടെ കൂടെ ട്രെയിനിങ് ചെയ്ത് ഈ ഒരു മാർഷൽ ആർട്സ് മുഴുവനായും പണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തിരുന്നു. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മാസ്റ്റർ റോഷിയും പണ്ടേ ഈ ഒരു മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ മാസ്റ്റർ റോഷിക്കും ഈ ഒരു ഓട്ടോണമസ് സ്റ്റേജിലേക്ക് മാറാൻ സാധിക്കും. അത് നമുക്ക് ടൂർണമെന്റ് ഓഫ് പവറിൽ കാണിച്ചു തന്നിട്ടുമുണ്ട്. എന്നാൽ സീരീസിലല്ല, മാങ്കയിലാണ്. മാങ്കയിൽ നമ്മുടെ ജിറനും അതുപോലെ തന്നെ മാസ്റ്റർ റോഷിയും തമ്മിലുള്ള ഫൈറ്റിൽ ജിറന്റെ അറ്റാക്കിൽ നിന്നും ഈസി ആയിട്ട് നമ്മുടെ മാസ്റ്റർ റോഷി ഒഴിഞ്ഞു മാറുന്നുണ്ട്. എന്നാൽ ഇത് കാണുന്ന സമയത്ത് എങ്ങനെയാണ് മാസ്റ്റർ റോഷി ഈസി ആയിട്ട് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് എന്ന് ആദ്യം മനസ്സിലാകുകയില്ല. എന്നാൽ നമ്മുടെ ബിയറസ് ആണ് നമ്മുടെ മാസ്റ്റർ റോഷി അൾട്രാ ഇൻസ്റ്റിക്റ്റിൽ മാറുന്നതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ട് ഞെട്ടിപ്പോകുന്ന സീനൊക്കെ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ഫോമിലേക്ക് മാറണമെങ്കിൽ മാർഷൽ ആർട്സ് മുഴുവനായും അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്ത് അത്ര തന്നെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അതായത് ഈ ഒരു ഓട്ടോണമസ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രാ ഇൻസ്റ്റിക്റ്റ് അല്ല, എന്നാൽ അൾട്രാ ഇൻസ്റ്റിക്റ്റിന്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി അൾട്രാ ഇൻസ്റ്റിക്റ്റിന്റെ രണ്ടാമത്തെ സ്റ്റേജ് ആണ് അൾട്രാ ഇൻസ്റ്റിക്റ്റ് സൈൻ. ഇനി എന്താണ് ഈ ഒരു സൈൻ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രാഗൺ ബോൾ സീരീസിൽ നമുക്ക് യഥാർത്ഥത്തിൽ അൾട്രാ ഇൻസ്റ്റിക്റ്റ് എന്ന് ആദ്യം കാണിച്ചു തന്നത് ഈ ഒരു ഫോം ആണ്. അതായത് നമ്മൾ സീരീസിൽ എടുത്തു കഴിഞ്ഞാൽ ജെറിനെ തോൽപ്പിക്കാൻ വേണ്ടി അവസാനം നമ്മുടെ ഗോകു സ്പിരിറ്റ് ബോംബ് യൂസ് ചെയ്യുകയും എന്നാൽ ഗോകു അവസാനം ആ ഒരു സ്പിരിറ്റ് ബോംബിന്റെ അകത്തേക്ക് വീഴുകയും താൻ മരിച്ചില്ല എന്ന ആ ഒരു അവസ്ഥയിലെത്തി ആ ഒരു സ്റ്റേജിലാണ് ആദ്യമായിട്ട് ഗോകു ഈ ഒരു ഫോമിലേക്ക് മാറുന്നത്. നമുക്കറിയാം ഏഞ്ചൽസിന്റെ ഒരു സിഗ്നേച്ചർ മൂവ് ആണ് ഈ ഒരു അൾട്രാ ഇൻസ്റ്റിക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു അൾട്രാ ഇൻസ്റ്റിക്റ്റിന് അൾട്രാ ഇൻസ്റ്റിക്റ്റ് സൈൻ എന്ന് കൊടുത്തത്. അതുപോലെ ഈ ഒരു ഫോം യൂസ് ചെയ്യുന്ന സമയത്ത് നല്ലതുപോലെ എനർജി ഡ്രെയിൻ ആകും. കൂടാതെ ഫിസിക്കൽ പെയിനും ബോഡി പെയിനും തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ഗോകുവിനെ എഫക്ട് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു ഫോമിലുള്ള ഗോകുവിനെ എടുത്തു കഴിഞ്ഞാൽ കണ്ണ് നല്ല സിൽവർ കളറിലും ഹെയറിന് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടാവില്ല, ആ ഒരു ബ്ലാക്ക് കളറിലാണ് ഉണ്ടാവുക. എന്നാൽ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളറിലുള്ള ഒരു ഓറയും ഗോകുവിന്റെ ബോഡിയിലൂടെ പോകുന്നത് നമുക്ക് കാണാനും സാധിക്കും. ഇനി അടുത്തതാണ് പെർഫെക്റ്റ് അൾട്രാ ഇൻസ്റ്റിക്റ്റ് അല്ലെങ്കിൽ മാസ്റ്റേർഡ് അൾട്രാ ഇൻസ്റ്റിക്റ്റ്. നമ്മുടെ ടൂർണമെന്റ് ഓഫ് പവറിൽ നമ്മുടെ ഗോകു ഇത് മാസ്റ്റേർഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് കംപ്ലീറ്റ് ആയി പെർഫെക്റ്റ് ചെയ്തത് നമ്മുടെ മോറോ ആർക്കിന്റെ അവസാനമായിട്ടാണ്. അതായത് ടൂർണമെന്റ് ഓഫ് പവറിൽ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോകു ആ ഒരു അൾട്രാ ഇൻസ്റ്റിക്റ്റ് മാസ്റ്റേർഡ് ചെയ്ത് ഇമോഷൻസ് ഒക്കെ ഒരു വശത്ത് മാറ്റി വെച്ചാണ് നമ്മുടെ ഗോകു ഫൈറ്റ് ചെയ്തത്. എന്നാൽ ജെറിൻ നമ്മുടെ ഗോകുവിന്റെ ഫ്രണ്ട്സിന് നേരെ അറ്റാക്ക് ചെയ്ത സമയത്ത് ഗോകുവിന്റെ ആ ഒരു റേജ് മുഴുവനായും പുറത്തേക്ക് വന്നു. അതുകൊണ്ടാണ് ആക്ച്വലി ഗോകുവിനെ ആ ഒരു അൾട്രാ ഇൻസ്റ്റിക്റ്റ് യൂസ് ചെയ്ത് തനിക്ക് തന്നെ അത് പണി കിട്ടിയത്. എന്നാൽ നമ്മുടെ മോറോ ആർക്കിൽ എടുത്തു കഴിഞ്ഞാൽ മീറൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഏഞ്ചൽ സ്വയം സാക്രിഫൈസ് ചെയ്ത് ഇത് കാണുന്ന നമ്മുടെ ഗോകു ആണെങ്കിൽ മുഴുവനായും ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും അത് പുറത്തേക്ക് കൊണ്ടുവരാതെ മുഴുവനായും കൺട്രോൾ ചെയ്ത് തന്റെ ഉള്ളിൽ തന്നെ അത് അടക്കി വെക്കും. അങ്ങനെ ആ ഒരു ദേഷ്യം മുഴുവൻ തന്റെ ഉള്ളിൽ ഒതുക്കി വെച്ച് ആ ഒരു അൾട്രാ ഇൻസ്റ്റിക്റ്റിനെ പെർഫെക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്ത് വെക്കും. അങ്ങനെയാണ് ഗോകു ഈ ഒരു പെർഫെക്റ്റ് ഫോമിലേക്ക് മാറുന്നത്. ഈ സമയം നമ്മുടെ ഗോകുവിനെ എടുത്തു കഴിഞ്ഞാൽ അത്രയധികം പവർഫുൾ ആയിരിക്കും. അതായത് ആർക്കും ഒന്ന് തൊടാൻ കൂടി കഴിയില്ല. അതായത് നമ്മുടെ മോറോ തന്നെ ഗോകുവിനെ പഞ്ച് ചെയ്ത സമയത്ത് മോറോയുടെ കൈ തന്നെ ഒടിഞ്ഞു പോകുന്നുണ്ട്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോകുവിന്റെ ബോഡി എന്ന് പറയുന്നത് അത്രയധികം സ്ട്രോങ്ങർ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു പെർഫെക്റ്റ് ഫോമിലാണ് സുസനോയും ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഈ സുസനോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോകുവിന്റെ തന്നെ ഒരു വലിയ ജയജാന്റിക് ആയിട്ടുള്ള ഒരു രൂപം ഇവിടെ ഗോകുവിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ നെറൂട്ടോ സീരീസിൽ ഉച്ചിയ ക്ലാൻ മെമ്പേഴ്സ് ഒക്കെ സുസനോ ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ, അതുപോലെ തന്നെ ഗോകു ഇവിടെ അതുപോലെ ഒരു സംഭവം യൂസ് ചെയ്യുന്നത് കൊണ്ട് ഫാൻസ് എല്ലാവരും ചെയ്യുന്നത് ഇത് ഗോകുവിന്റെ സുസനോ എന്ന് പറയാനും തുടങ്ങി. ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മുടെ മോറോ ആർക്കിലാണ് നടക്കുന്നത്. അങ്ങനെ മോറോ ആർക്ക് കഴിഞ്ഞ് പിന്നീട് ഗ്രനോള വന്ന് ഗ്രനോളയായിട്ട്
ആയിട്ടുള്ള ഫൈറ്റിൽ നമ്മുടെ ഗോകുവിനെ എടുത്തു കഴിഞ്ഞാൽ സൂപ്പർ സൈൻ ബ്ലൂവിലും അതുപോലെ തന്നെ സൂപ്പർ സൈൻ ഗോൾഡിലും ഒക്കെ ഈ ഒരു അൾട്രാ ഇൻസ്റ്റിക്റ്റ് മിക്സ് ചെയ്ത് ഫൈറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതും അൾട്രാ ഇൻസ്റ്റിക്റ്റിന്റെ ഒരു ഫോം അല്ല, എന്നാൽ ഇങ്ങനെയൊക്കെ ഗോകു അൾട്രാ ഇൻസ്റ്റിക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നാലാമത്തെ ഏറ്റവും അവസാനത്തെ ഗോകുവിന്റെ അൾട്രാ ഇൻസ്റ്റിക്റ്റ് ഫോം ആണ് ട്രൂ അൾട്രാ ഇൻസ്റ്റിക്റ്റ്. അതായത് നമ്മുടെ ഗോകു പെർഫെക്റ്റ് അൾട്രാ ഇൻസ്റ്റിക്റ്റിൽ മാറിയാലും നമ്മുടെ വിസ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഈ ഒരു അൾട്രാ ഇൻസ്റ്റിക്റ്റ് നിന്റേതായിട്ടുള്ള സ്റ്റൈലിൽ അല്ലെങ്കിൽ നിന്റേതായിട്ടുള്ള ആ ഒരു രീതിയിൽ മാറ്റിയെടുക്കണം. കാരണം നിന്റെ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലായി ആ രീതിയിലേക്ക് നീ മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഗോകുവിന് അത് കറക്റ്റ് ആയിട്ട് അങ്ങ് മനസ്സിലായിട്ടുമില്ല. ഗോകു പലതവണ തന്റേതായ രീതിയിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടി നോക്കി. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സൂപ്പർ സൈൻ ഗോൾഡും അതുപോലെ തന്നെ സൂപ്പർ സൈൻ ബ്ലൂവിലൊക്കെ അൾട്രാ ഇൻസ്റ്റിക്റ്റ് മിക്സ് ചെയ്ത് നോക്കി. അങ്ങനെ പലതരത്തിൽ ട്രൈ ചെയ്തു. എന്നാൽ അവസാനമായിട്ട് ആ ഒരു പെർഫെക്റ്റ് ഫോമിലേക്ക് മാത്രമാണ് ഇത് മാറുന്നത്. എന്നാൽ അവസാനം ഗോകു ഗ്യാസുമായിട്ടുള്ള ഫൈറ്റിലാണ് തന്റേതായിട്ടുള്ള രീതിയിൽ ഈ ഒരു അൾട്രാ ഇൻസ്റ്റിക്റ്റിനെ മാറ്റുന്നത്. ആ ഒരു ഫോമാണ് ആക്ച്വലി ട്രൂ അൾട്രാ ഇൻസ്റ്റിക്റ്റ്. ഇനി ഈ ഒരു ട്രൂ അൾട്രാ ഇൻസ്റ്റിക്റ്റിൽ മാറുമ്പോഴുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്രാ ഇൻസ്റ്റിക്റ്റ് എന്ന് പറയുന്നത് തന്നെ മൈൻഡ് കാം ആക്കി ഫോക്കസ് ചെയ്ത് നമ്മുടെ ഇമോഷൻസ് ഒക്കെ ഒരു വശത്ത് മാറ്റി വെക്കണം. അതായത് നിങ്ങൾ എപ്പോഴും നോക്കിയാൽ മതി, അൾട്രാ ഇൻസ്റ്റിക്റ്റിൽ ഗോകു മാറുന്ന സമയത്ത് കൂടുതലായി സംസാരിക്കാനോ ഒന്നും തന്നെ നിൽക്കാറില്ല. മാക്സിമം മിണ്ടാതെ ഫോക്കസ് ചെയ്ത് ആ ഒരു ഫൈറ്റിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്താണ് നമ്മുടെ ഗോകു എപ്പോഴും ഫൈറ്റ് ചെയ്യാറ്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഗോകുവിന്റെ ക്യാരക്ടറും ഇതല്ല. എപ്പോഴും ചിരിച്ച് സംസാരിച്ചുകൊണ്ട് അത്രയും ഒരു ഹാർഡ് ആയിട്ടുള്ള ഫൈറ്റ് ആണെങ്കിൽ കൂടി ആദ്യമൊക്കെ നല്ല ചിരിച്ച് കളിച്ചാണ് പുള്ളിക്കാരൻ ഫൈറ്റ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഗോകു ഈ ഒരു ട്രൂ അൾട്രാ ഇൻസ്റ്റിക്റ്റിൽ മാറുന്ന സമയത്ത് ഗോകുവിന്റെ ഈ ഒരു ഇമോഷൻസ് ഒക്കെ ഇങ്ങനെ ഒതുക്കി വെക്കേണ്ട ആവശ്യമില്ല. താൻ നോർമലി എങ്ങനെയാണോ ഉള്ളത് ആ ഒരു രീതിയിൽ തന്നെ ഈ ഒരു അൾട്രാ ഇൻസ്റ്റിക്റ്റ് യൂസ് ചെയ്യാൻ സാധിക്കും. അത് ഗോകുവിന് വലിയൊരു ബെനിഫിറ്റ് ആണ്. കാരണം തന്റെ ക്യാരക്ടർ എങ്ങനെയാണോ അതിൽ നിന്ന് തന്നെ ഫൈറ്റ് ചെയ്യാം. ഇനി മറ്റൊരു വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെർഫെക്റ്റ് അൾട്രാ ഇൻസ്റ്റിക്റ്റിൽ ഉള്ളതുപോലെ അത്രയധികം എനർജി ഇതിൽ ഡ്രെയിൻ ആവുകയും ഇല്ല. എത്ര സമയം വേണമെങ്കിലും ഈ ഒരു ട്രൂ ഫോമിൽ നമ്മുടെ ഗോകുവിന് മാറാനും സാധിക്കും. എന്നാൽ ഈ ഒരു ഫോമിലുള്ള ഗോകുവിന്റെ ലുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സൈൻ ഫോം പോലെയാണ് കാണാൻ ഉണ്ടാവുക. എന്നാൽ കണ്ണ് ആ ഒരു വൈറ്റ് കളറിൽ ഉണ്ടാകും. അതുപോലെ തന്നെ റേജ് ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഒരു ഓറയും കാണാൻ സാധിക്കുക. അല്ലെങ്കിൽ നോർമൽ ബേസ് ഫോമിലുള്ളത് പോലെയൊക്കെയാണ് കാണാൻ ഉണ്ടാവുന്നത്. കണ്ണ് മാത്രം എപ്പോഴും ആ ഒരു വൈറ്റ് കളറിലും. ഇത്രയധികം വേർഷൻസ് ആണ് നമ്മുടെ ഗോകു അൾട്രാ ഇൻസ്റ്റിക്റ്റിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഫ്യൂച്ചറിൽ വേണമെങ്കിൽ ഇതിനേക്കാൾ വേറെ ലെവലിലുള്ള അൾട്രാ ഇൻസ്റ്റിക്റ്റ് ഒക്കെ നമ്മുടെ ഗോകു യൂസ് ചെയ്തു എന്ന് വരും. അതൊക്കെ നമുക്ക് കണ്ടറിയാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഗോകുവിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അൾട്രാ ഇൻസ്റ്റിക്റ്റ് എന്ന് പറയുന്നത് MUI അല്ല, അത് ട്രൂ അൾട്രാ ഇൻസ്റ്റിക്റ്റ് ആണ്, അതായത് TUI. ഇനി നിങ്ങൾ MUI ഗോകു വേഴ്സസ് UE വെജിറ്റ എന്ന് കമന്റ് ചെയ്യുന്നതിന് പകരം TUI ആണ് നമ്മുടെ ഗോകുവിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വേർഷൻ. ഗോകു വേഴ്സസ് വെജിറ്റ എന്നൊരു വീഡിയോ ചെയ്യാനാണ് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തത്. എന്നാൽ നമ്മുടെ ഈ ഒരു അൾട്രാ ഇൻസ്റ്റിക്റ്റിന്റെ വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ അത് അങ്ങ് കംപ്ലീറ്റ് ആകില്ല. ഇനി നമുക്ക് ഗോകു വേഴ്സസ് വെജിറ്റ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.